കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ അമ്മ മഞ്ചേശ്വരം MLA അയച്ച കത്ത് സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. പെരുന്നാൾ ദിനത്തിലാണ് MLAക്ക് അർജുൻ്റെ അമ്മ കത്തെഴുതിയത്. MLA തന്നെയാണ് ഈ കത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഒരു കണ്ണീർ മഴക്കാലത്ത് സങ്കടക്കടലിൽ അകപ്പെട്ട ഒരു കുടുംബം കച്ചിത്തുരുമ്പെങ്കിലും കൈകളിൽ തടഞ്ഞെങ്കിലെന്ന് പ്രാർത്ഥിക്കവേ ഒരുപാട് കൊതുമ്പ് വള്ളങ്ങൾ പരമകാരുണികനായ ദൈവം അയച്ചു തന്നു. അതിൽ ഏറ്റവും ചേർന്ന് നിന്ന വള്ളങ്ങളിൽ ഒന്ന് താങ്കളുടേതായിരുന്നു. അന്നു മുതൽ എന്നും താങ്കളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നു. കുറച്ച് വാക്കുകളിൽ തീരുന്നതല്ല കടപ്പാടുകൾ. എന്നും നന്മകൾ നേർന്നുകൊണ്ട് അമ്മ ഷീല KC. ഇതായിരുന്നു അർജുൻ്റെ അമ്മ MLAക്ക് എഴുതിയ കത്ത്. കത്തിന് മറുപടിയുമായി MLA ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടു. ഈ പെരുന്നാളിന് കിട്ടിയ ഏറ്റവും വലിയ മൂല്യമുള്ള സ്നേഹം സമ്മാനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അർജുൻ്റെ അമ്മ എഴുതിയത്. ആ കണ്ണീർ മഴക്കാലത്തിൻ്റെ ഓർമ്മകളിൽ അമ്മ എന്നെയും ചേർത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും ആ കാലം മറക്കാനാവില്ല. പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും നോവ് എനിക്ക് വായിച്ചെടുക്കാനാവും. തോരാമഴ പെയ്ത കണ്ണീർ മഴ കൊണ്ട് കണ്ണുമൂടിയ അന്നത്തെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ട്. ആ ഓർമ്മകൾക്ക് മരണമില്ല. എന്നെക്കുറിച്ച് എഴുതിയ ഈ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. MLA ഫേസ്ബുക്കിൽ കുറിച്ചു. 2024 ജൂലൈ 16 കർണാടക അങ്കോളയിലെ ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത്. പിന്നീട് 72 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം ഗംഗാവാലി നദിയിൽ നിന്നും കണ്ടെത്തിയത്. ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ ബില്ല് പാസാക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് ഉണ്ട്. രാജ്യസഭയിലും ബില്ലിനെ എതിർക്കുമെന്ന് BJD രാജ്യസഭാംഗം സസ്മിത് പത്ര വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭാംഗം മുസിബുള്ള ഖാൻ സംസാരിക്കും. ബില്ലിലുള്ള എല്ലാ പോരായ്മകളും BJD തുടർന്ന് സഭയുടെ ഫ്ലോറിൽ അവതരിപ്പിക്കും, അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും ശക്തമായ പ്രതിഷേധമുയർത്തു. രാജ്യത്തിന്റെ ഘടനയ്ക്കും സാഹോദര്യത്തിനുമെതിരായി ഒരു പ്രത്യേക ന്യൂനപക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ നീക്കമാണ് ഈ ബില്ലെന്ന് ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭക്തചരൺ ദാസ് അഭിപ്രായപ്പെട്ടു. ഈ നീക്കത്തിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെയും ശാക്തീകരണത്തെയും അവർ നശിപ്പിക്കാൻ പോകുന്നു. അതിനാൽ ഞങ്ങൾ ഈ വഖഫ് ബില്ലിനെ എതിർക്കുന്നു. ഈ സമയത്ത് എല്ലാം ഒരു വർഗീയ കോണിൽ നിന്ന് പരിഗണിക്കരുത്, ദാസ് പറഞ്ഞു. 12 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് ലോക്സഭ വിവാദപരമായ വഖഫ് ബിൽ പാസാക്കിയത്. ഭരണകക്ഷിയായ NDA നിയമന നിർമ്മാണം ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമാണെന്ന് വാദിച്ചപ്പോൾ പ്രതിപക്ഷം ബില്ലിനെ മുസ്ലിം വിരുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഭേദഗതികളും ശബ്ദവോട്ടോടെ തള്ളിയതിന് പിന്നാലെ 288 പേരുടെ പിന്തുണയോടെയാണ് ബിൽ പാസാക്കിയത്. 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. അതേസമയം വഖഫ് ബിൽ ന്യൂനപക്ഷങ്ങളുടെ സ്വയംഭരണത്തിനും വിശ്വാസങ്ങൾക്കും അവകാശങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും മേലുള്ള നഗ്നമായ ആക്രമണമെന്ന് KC വേണുഗോപാൽ പാർലമെന്റിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഈ സർക്കാരിന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ, ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന അജണ്ടയാണ് ഇത്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ കർഷക രോഷമോ ഒന്നും സർക്കാരിന് വിഷയമേ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിയമം മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്ന് BJP നേതാക്കളും മന്ത്രിമാരും ആവർത്തിച്ചു പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കുറ്റബോധം കൊണ്ടാക്കും ഈ ഏറ്റുപറച്ചിലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു.